സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് അധികം എടുത്ത് ചെയ്യാത്തതാണ്, പക്ഷേ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇന്ന് യാദൃശികവശാൽ കണ്ടപ്പോൾ എടുത്ത് റിയാക്ട് ചെയ്തതാണ്. അതായത് നമുക്കറിയാം മൂപ്പൻസ് വ്ലോഗ്, അതുൽ വ്ലോഗ്, ഇങ്ങനെ കുറേ വ്ലോഗേഴ്സ് നമ്മുടെ ഈ പറയുന്ന സൊസൈറ്റിയിൽ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളുണ്ട്, ഇതിനേക്കാളും റീച്ചുള്ള ആളുകളാണ് കൂടുതലും. അപ്പോൾ ഇതിൽ മൂപ്പൻസ് വ്ലോഗിൻ്റെ വീഡിയോസാണ് കൂടുതലും കാണുന്നത് ഞാനിങ്ങനെ അറിയപ്പെടുകയുണ്ടായി. അപ്പോൾ അറിഞ്ഞപ്പോൾ ഈ മൂപ്പൻസ് വ്ലോഗിൻ്റെ വീഡിയോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ്. അതിൽ കണ്ടൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മീ ഖായിസ് എന്ന് പറയുന്നൊരു യൂട്യൂബറുണ്ട്. പുള്ളിക്കാരൻ ട്രിവാൻഡ്രംകാരനാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി കുറേ ഈ പറയുന്ന നമ്മുടെ ബഷീറിൻ്റെ വീഡിയോയും അതേപോലെ തന്നെ രേണു സുധിയുടെയും അങ്ങനെയുള്ള പല ആളുകളുടെ വീഡിയോസ് പങ്കിടുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇട്ടതിൻ്റെ ഫലമായിട്ട് ഈ മൂപ്പൻസ് വ്ലോഗ് ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിക്കുകയല്ല ചെയ്ത്, ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ വിളിച്ചിട്ട് ഈ ഇറ്റ്സ് മീ ഖായിസ് എന്ന് പറയുന്ന യൂട്യൂബറിന് ഒരുപാട് സ്ത്രീകളുമായിട്ട് അഫെയർ ഉണ്ട്, അവൻ ഇങ്ങനത്തെ പരിപാടികളാണ് ചെയ്യുന്നത്, ഇവനെ ജോലിക്ക് കയറ്റാൻ കൊള്ളാത്തവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വലിയൊരു പ്രസ്താവനയുമായിട്ട് ഈ പറയുന്ന ആളുടെ സ്ഥാപനത്തിലേക്ക് വിളിക്കുകയുണ്ടായി. അപ്പോൾ ഈ മൂപ്പൻസ് വ്ലോഗ് ചെയ്യുന്ന കൂടുതലും ഈ കോൺട്രവേഴ്സി വീഡിയോസാണ്, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളെ പറ്റി റിയാക്ട് ചെയ്യാറുണ്ട്. ഞാൻ അവൻ്റെ വീഡിയോ അധികം കാണാറില്ല, പക്ഷേ ഈ ഒരു വിഷയം വന്നപ്പോൾ എൻ്റെ അടുത്ത് പല ആളുകളും പറഞ്ഞു മൂപ്പൻസ് വ്ലോഗിൻ്റെയൊക്കെ വീഡിയോ കാണണം, കാരണം കൂടുതലും കണ്ടന്റുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് നീ ഒന്ന് കയറി കണ്ടു നോക്ക്, എന്നിട്ട് നീ അതിനെപ്പറ്റി അല്ലെങ്കിൽ അവർ പറയുന്ന വിഷയങ്ങൾ എന്താണെന്ന് എടുത്ത് പഠിച്ചിട്ട് ചെയ്തു നോക്കാൻ പറഞ്ഞു. അപ്പോൾ മൂപ്പൻസ് വ്ലോഗിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് കണ്ട സമയത്താണ് ഈ ഒരു വീഡിയോയിലേക്ക് ഞാൻ അങ്ങോട്ട് റീഡയറക്റ്റ് ആയി പോയത്. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, ഈ ഖായിസ് എന്ന് പറയുന്നവരെ വിളിച്ചിട്ട്, അവൻ്റെ കമ്പനി വിളിച്ചിട്ട്, ഹലോ ഖായിസിൻ്റെ കമ്പനിയല്ലേ, ഖായിസിൻ്റെ ഓണറിനെ കിട്ടുമോ, ഖായിസ് ഇങ്ങനെയാണ്, ഖായിസിന് കുറേ പെൺപിള്ളേരുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ട്. അപ്പോൾ ഇതിനുശേഷം ഖായിസ് അവനെ തിരിച്ച് വിളിക്കുന്നതുമൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്തയ്ക്ക് വർക്കാഴിയല്ലേ മൂപ്പൻസ് വ്ലോഗിൻ്റെ ഈ ഓണറായിട്ടുള്ള ഇവൻ ചെയ്തിരിക്കുന്നത്. ഇവൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, മൂപ്പനോ എന്ത് കോപ്പനോ ആയിക്കോട്ടെ. എന്ത് തന്നെയാണെങ്കിലും ഒരാൾ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ വിളിച്ചിട്ട് പോക്കരുത്തരം പറയാനായിട്ട് നിനക്ക് എന്ത് അധികാരമാണുള്ളത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൻ്റെ കമൻറ്റ് ബോക്സിൽ അല്ല അവനെ വിളിച്ചിട്ട് നിനക്ക് പറയാം. ആണത്തമില്ലാത്ത പരിപാടി കാണിച്ചിട്ട് വന്നിരുന്ന ഈ വായ്ത്താളം അടിക്കുന്നത് നിന്നെയൊക്കെ എന്ത് ചെയ്യണോടാ മൂപ്പൻസ് വ്ലോഗ്? ഘോര പ്രസംഗം നടത്തുന്നുണ്ട്, പല ആളുകളെ പറ്റിയും പല രീതിയിലുള്ള കുറ്റം പറയുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയാണ്, ഞാൻ അല്ലെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ കുറ്റമല്ല പറയാം, നമ്മൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നുണ്ട്. ഈ മൂപ്പൻസ് വ്ലോഗ് ആർക്കോ വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിട്ട് ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ കൊള്ളും എന്ന് പറയുന്നത് പോലെ ഈ ഖായിസിനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഖായിസിനെ കമ്പനി വിളിച്ചിട്ട് തോന്നിവാസം പറഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ആദ്യം ഖായിസിന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്നും ഈ മൂപ്പൻസ് വ്ലോഗ് വിളിക്കുന്ന ആ റെക്കോർഡ് എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിനുശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം. നമ്മുടെ നന്മമരമായിട്ടുള്ള മൂപ്പൻ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ഫോൺ വിളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വൈകുന്നേരം 4-4:30 സംഭവം അരങ്ങേറുന്നത്. നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഈ മൂപ്പനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കും. അതായത് ഇവന്റെ ഇരട്ടത്താപ്പും ഫേക്ക് നന്മമരം കളിയും എക്സ്പോസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻ ആയിട്ട് രേണു സുധി വിഷയത്തിലുള്ളവന്റെ മലക്കം മറിച്ചിടും. അതായത് രേണു സുധി ബിഗ് ബോസിലേക്ക് കയറുന്നത് വരെ രേണു സുധിയെ എതിർത്തുകൊണ്ടിരുന്നവൻ രേണു സുധി ബിഗ് ബോസിൽ കയറിയതിനു ശേഷം രേണു സുധിയുടെ സപ്പോർട്ടറായിട്ട് മാറി. അതെന്തിനാണെന്ന് ചോദിച്ച സമയത്ത് ഇവന് മറുപടി ഇല്ല. പിന്നെ യൂട്യൂബിൽ വന്ന് നന്മമരം പ്രസംഗിക്കുന്നവൻ ഡാനി സത്യൻ എന്ന് പറഞ്ഞവന്റെ യൂട്യൂബ് ചാനൽ അടിച്ചു കളയാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു അതെന്ന് ചോദിച്ചപ്പോഴും ഇവന് മറുപടി ഇല്ല. പിന്നെ അതിനുശേഷം ബഷീറും ഭാര്യമാരും ചേർത്ത് ഇവൻ തോന്നിയവാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് 2 വ്യക്തികളുമായിട്ട് ബെഡ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിൽ ഇവൻ ഇങ്ങനെ ഒരു തോന്നിയവാസം പറഞ്ഞതിന് പിന്നാലെ ബഷീർ ഇവനെതിരെ കേസ് കൊടുക്കുമെന്നായപ്പോൾ ഞാൻ നിങ്ങളെ കുടുംബത്തെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങ് മലക്കം മറിഞ്ഞു. അതെന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോഴും ഇവന് മറുപടി ഇല്ല. നമ്മുടെ നിങ്ങളുടെ ഈ സാറിന്റെ നമ്പർ കിട്ടാറുണ്ടോ? അത് നമ്മളൊരു കാര്യം പുള്ളിയോട് ഡയറക്റ്റ് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനായിരുന്നു. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഖൈസ് എന്ന് പറയുന്ന ഒരു പുള്ളി യൂട്യൂബിലൂടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് കുറെ അധികം സ്ത്രീകളെ ഇങ്ങനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പൊ അതെനിക്ക് ആ പുള്ളി ഇത് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും കേട്ടോ, ഓഫീസിലേക്ക്, നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വന്ന് സംസാരിക്കേണ്ടി വരും, കാരണം ഇത് വളരെ മോശമാണ്. അപ്പോൾ ഇതിൽ ഇവൻ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ഖായിസിന് ബന്ധമുണ്ട്, നിങ്ങളുടെ ഓണറിൻ്റെ നമ്പർ എനിക്ക് വേണമെന്നാണ്. എടാ എന്ത് ലോജിക്കാണോ നിനക്കിതൊക്കെ പറയാനുള്ളത്? മൂപ്പൻസ് വ്ലോഗേ തന്ത ഉണ്ടോടാ നിനക്ക്? ഒരാളുടെ കമ്പനിയിലേക്ക് വിളിച്ചിട്ട്, അവരുടെ കമ്പനിയിൽ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം, ഒരുപാട് പെൺകുട്ടികളായിട്ട് അവന് ബന്ധമുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു ഇച്ചിമുള്ളി പരിപാടിയാണ്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ അവനെ നുള്ളി, അവനെ പിച്ചി എന്നൊക്കെ പറയുന്നത് പോലെ അവൻ ഒരുപാട് പെൺകുട്ടികളായിട്ട് ബന്ധമുണ്ടത്രേ. അത് ഖായിസിൻ്റെ കമ്പനി ഇച്ചിരി ബോൾഡായിട്ടുള്ള, അല്ലെ കമ്പനി തന്തയ്ക്ക് പിറന്നവന്മാരുള്ളത് കൊണ്ട് തന്നെ ഖായിസിനെതിരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഖായിസിനെ പുറത്താക്കാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ സംഭവങ്ങൾക്ക് ശേഷം ഖായിസ് ഈ മൂപ്പൻസ് വ്ലോഗ് എന്ന് പറയുന്ന ഈ ചാനലിൻ്റെ ഉടമയെ വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഇവൻ എന്താണ് പറയുന്നതെന്നും, അല്ലെങ്കിൽ ഇവൻ എന്താണ് അതിനെപ്പറ്റി ഈ ഫോൺ വിളിച്ച കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. എന്താടാ പ്രശ്നം? എന്ത് പ്രശ്നം? നീ എന്റെ ഓഫീസിലേക്ക് വിളിച്ചെന്ന് എന്താണ്? റെക്കോർഡർ ഓൺ ആക്കിയില്ല. ഓക്കെ ഫൈൻ. എന്തിനാടാ നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചത്?
നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, നീ എന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമ്പോ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കണ്ടേ? അതല്ലേ മാന്യത? നീ എന്നോട് സംസാരിക്കും. മുട്ടയെ നശിച്ചേ, നീ അതൊന്ന് പറ. ഇല്ലാത്ത നീ പേഴ്സണൽ നമ്പറിലേക്ക് വിളിക്ക്. എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ടല്ലോ. പേഴ്സണൽ നമ്പർ നിനക്കില്ലേ? നീ എന്റെ ഓഫീസ് നമ്പറിലേക്കല്ലേ വിളിച്ചത്? എന്റെ പേഴ്സണൽ നമ്പർ ഉണ്ടായിരിക്കെ തന്നെ നീ എന്താണ് വീഡിയോയിൽ വന്ന് പറയണത്? ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്തത്? ഞാൻ നിന്നെ എവിടെയാണ് ബ്ലോക്ക് ചെയ്തത്? ഞാൻ നിന്നെ എന്റെ പേഴ്സണൽ നമ്പർ നാണം വേണടാ. ഒരുത്തൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വന്നിട്ട് തോന്നിവാസം കാണിക്കാൻ നിന്റെ നന്മ യൂട്യൂബിൽ വെച്ചാൽ നിനക്ക് എനിക്കറിയാൻ നീ വിളിക്കുന്നത്. നീ എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? നീ എന്തിനാണ് എന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചത്? അത് നീ പറ. എന്റെ വിളിച്ചിട്ട് ഉണ്ടാവും. ആ കാരണങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ടടുത്ത് ഞാൻ പറയേണ്ട ആൾക്കാരൊട്ട് നേരിട്ടൊക്കെ ഒന്ന് പറഞ്ഞോളാം. അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുത്തന്നെ മറുപടിയാണ് വേണ്ടേ? എന്തൊരു പുളുപ്പാ വേണ്ടേ? കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാണിക്കരുത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി. നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. അത് സംസാരിക്കാൻ സമയത്ത് സംസാരിക്കും. നീ കൂടി വന്ന് എന്ത് സംസാരിക്കും? എന്ത് സംസാരിക്കാൻ? യൂട്യൂബിൽ വായത്താൾ അടിക്കാനും നിന്റെ നന്മമരങ്ങളൊക്കെ ഞാൻ പൊളിച്ചുതരാം. നിന്റെ നന്മമരങ്ങളൊക്കെ ഞാൻ പൊളിച്ചുതരാം മോനെ. സ്ഥാപനത്തിൽ കയറി കളിക്കാൻ മാത്രം വളർന്നടാ. ഈ സ്ഥാപനത്തിൽ കയറി കളിക്കാൻ മാത്രം വളർന്നടാ. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാണ്ടാവും. യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് നിനക്ക് മറുപടി പറയാനാണ് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ നീ എന്തിനാണ് സ്ഥാപനത്തിലേക്ക് വിളിക്കുന്നത്? നിനക്ക് യൂട്യൂബിൽ പറയാൻ മറുപടി ഉണ്ടാകത്തപ്പോ നിനക്കെന്ന് എന്റെ ജോലി കളയണം. എന്റെ ജോലി കളയണോ? ഞാൻ ഏത് ജീവിതമാണ് നശിപ്പിച്ചത്? അത് നീ പറ. എടാ നീ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നെ വിളി. റെക്കോർഡ് ചെയ്ത് സ്ഥാപനത്തിലേക്ക് എന്റെ സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം. എന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ എപ്പോഴും ഇപ്പം ബ്ലോക്കാക്കി. ഞാൻ നിന്റെ നമ്പർ ബ്ലോക്കാക്കിയിട്ടില്ല. വെറുതെ അനാവശ്യം നിനക്ക് പറഞ്ഞു നിൽക്കാൻ അറിയാത്തതുകൊണ്ട് നീ എന്താക്കാന്ന് അറിയാം. സ്ഥാപനത്തിലേക്ക് ജോലി കളയാൻ വേണ്ടി കളിക്കുക. അവിടെ നാണമാണ്. നിന്റെ നന്മമരങ്ങൾ നാളത്തോടു കൂടി പൊളിയും. നിന്റെ നന്മമരങ്ങൾ നാളത്തോടു കൂടി പൊളിയും. നീ എന്തായാലും ഇനി നിന്റെ നന്മമരം ഞാൻ നാളെ കാണിച്ചു തരാം. ഓക്കെ ഫൈൻ. മൂപ്പൻസ് മൂഞ്ചി, അതാണ് നമ്മളിവിടെ കാണുന്നത്. എടാ എന്തൊരു പരിപാടി. ഇതിൽ കുറേ പേര് കമൻറ്റ് ഇട്ടുണ്ട് ഈ പറയുന്ന വ്ളോഗേഴ്സിൻ്റെ പരിപാടി നിർത്തി കഴിഞ്ഞാൽ പരിപാടി നിൽക്കും എന്നുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, ആ കമൻറ്റ് ഇട്ട ആളിനോടാണ്. അതായത് ഞങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള യൂട്യൂബേഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ ആര് റിപ്പോർട്ട് ചെയ്യും? നമ്മുടെ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യും, ശരിയാണ്. പക്ഷേ ഈ ചാനലുകൾ സംഭവം ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ആ സംഭവത്തിൻ്റെ പിന്നാലെയുള്ള വിഷയങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ അവസാനം എന്താണ് സംഭവിച്ചതിനെ പറ്റിയോ അത് എന്തെങ്കിലും ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. ഒരു വിഷയം ഉണ്ടാകുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് മീഡിയ ഉള്ളത്. ആ വിഷയത്തിൻ്റെ അന്ത്യം എന്താണെന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ മാധ്യമങ്ങളില്ല. അതേപോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾക്കൊപ്പവും അവരുടെ അടിമയായിട്ട് നിൽക്കുന്ന മാധ്യമങ്ങളുള്ള സമയത്ത് ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യുന്ന ആളുകളും കോൺട്രവേഴ്സി ചെയ്യുന്ന ആളുകളും റിയാക്ഷൻസ് ചെയ്യുന്ന ആളുകളും ഉള്ളതുകൊണ്ട് തന്നെയാണ് പല വിഷയങ്ങളും പൊങ്ങി വരുന്നതും പല വിഷയങ്ങളും പല ആളുകളും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? അതുകൊണ്ട് തന്നെയാണ് ഈ യൂട്യൂബേഴ്സിൻ്റെ ഒരു റിലവൻസ് ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട് എന്നുള്ളൊരു ഉത്തരം വരാനുള്ള കാരണവും മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ആ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ഓരോ പാർട്ടിയുടെയും അധീനതയിൽ വരുന്ന ചാനലായതുകൊണ്ട് തന്നെയും ഓരോ പാർട്ടിയും അല്ലെങ്കിൽ അതിലുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അതിൽ മറ്റുള്ള പാർട്ടികൾ കാണിക്കുന്ന ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെയും അവർക്ക് കൂടുതൽ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടാൻ പറ്റാതെ വന്നേക്കാം. അങ്ങനെയുള്ള വിഷയങ്ങളിലോ അല്ലെങ്കിൽ യാതൊരുവിധ റെസ്ട്രിക്ഷനോ ഇല്ലാത്ത ആളുകളാണ് ഞങ്ങളെപ്പോലെയുള്ള വീഡിയോ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ഈ യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി അല്ലെങ്കിൽ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്ന ആളുകളുടെ റിലവൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അത് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ മൂപ്പൻസ് വ്ളോഗിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവനെ വിളിച്ചിട്ട് ഇവൻ്റെ കമ്പനിയിൽ വിളിച്ചിട്ട് ഇവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാൻ വിളിക്കുമ്പോൾ മൂപ്പൻസ് വ്ളോഗിനൊന്നും പറയാനില്ല. എടാ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയേണ്ടടുത്ത് ഞാൻ പറയും. എന്നാൽ എന്നോട് പറ. എൻ്റെ അടുത്ത് പറയണമെങ്കിൽ നിനക്ക് എന്നെ വിളിച്ചാൽ പറയാം. എന്തിനാ കമ്പനി വിളിക്കുന്നത്? അപ്പോൾ മൂപ്പൻസ് വ്ളോഗിനൊന്നും പറയാനില്ല. അവസാനം അടപടലം മൂഞ്ചി ഫോണും കട്ട് ചെയ്ത് നീ കാണിക്കണടാ എന്ന് പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് തീർക്കുന്നതല്ല നല്ലത്. അതല്ലേ അതിൻ്റെ ഒരു ഏത് ആണത്തം എന്ന് പറയുന്ന സാധനം. അതില്ലാത്തവന്മാർ ഇങ്ങനെ കമ്പനിയിലും വിളിച്ചിട്ട് നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പോകും. നമ്മുടെ ബന്ധുക്കളിലും കുറേ തന്തയ്ക്ക് ഇവരെ കഴിവ് കാണിക്കുന്ന തന്തയില്ലാത്തവന്മാരുണ്ട്. അത് വേറൊരു കാര്യം. ഇങ്ങനെയുള്ളവരല്ല അങ്ങനെയുള്ളവരെ ഇവർ വിളിച്ച് പറയുമ്പോൾ അവർ വിശ്വസിക്കും. അത് വേറൊരു സത്യം എന്ന് പറയുന്നൊരു കാര്യം തന്നെയാണ്.
പക്ഷേ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് സംസാരിക്കേണ്ടതിന് പകരം അവനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അവൻ്റെ കമ്പനിയെ വിളിച്ചിട്ട് അവൻ ഇങ്ങനെയാണെന്ന് പറയുന്നതിൽ മൂപ്പൻസ് വ്ലോഗ് നിനക്ക് എത്ര തന്തയുണ്ടാ? വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇറ്റ്സ് മീ ഖായ്സ് എന്ന് പറയുന്ന വ്ലോഗർ അല്ലെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ഓണർ അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് നല്ല കാര്യം. അദ്ദേഹം വ്യക്തമായിട്ട് ആ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ മൂപ്പൻസ് വ്ലോഗിൻ്റെ തനി നിറം പുറത്തായി എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ അദ്ദേഹത്തിനെ ഇകഴ്ത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ നശിപ്പിക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് അത്യാവശ്യം ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉണ്ട്, നമുക്ക് അത്രയും പോലും ഇല്ല. പക്ഷേ തന്തയ്ക്ക് പ്രക്കാഴി ആര് കാണിച്ചാലും അത് നമ്മൾ പറയാനുള്ളത് മൂപ്പത്ത് നോക്കി പറയും. ഇനി മൂപ്പൻസിന് അത് ഇഷ്ടപ്പെട്ടാലോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ മൂപ്പ നീ കാണിച്ചത് തന്തയ്ക്ക് പ്രക്കാഴിക തന്നെയാണ്.